സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കകത്ത് ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിലെത്തിച്ചില്ലെങ്കണ്ടല്ല വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറേറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിൽക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോകൂടാ. അയ്യോ, സാറിന്റെ പ്രൊമോഷൻ പോവും. ഇതാ പറയുന്നത്, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്താ വണ്ടിയുടെ സ്പീക്കർ കാണാനല്ല? എന്റെ ഈശ്വര, എന്റെ സാറെ സ്പീക്കറില്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കറേ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? നമുക്കൊന്ന് തള്ളി നോക്കാം. ദാതാക്കോല് സാറോട് ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനൊക്കെ സാറ് തള്ളു. സാർ തള്ളരുത്. ഞാൻ തള്ളും. തള്ളു. തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ, എന്റെ പ്രൊമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നാണമില്ലല്ലോ തനിക്കൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി, അസല് ജീപ്പും പോയി. സർ, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓരോ ഫൂളിഷ്നെസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമായോട് താൻ ഈ ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എബിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സർ, വേറെ ആരെങ്കിലും വെച്ച്. സാർ, ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ 2 തണ്ടുകളെയും തൊണ്ടി സഹിതം ഈ രുദ്രംപിള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു ബറ്റാലിയൻ പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് തനിക്ക് തീർച്ചയായി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രൊമോഷൻ? തന്റെ പ്രൊമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ, ഇനി പെൻഷൻ ആകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് സാറിന്റെ പാല വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ, എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. I say you get out. നല്ല ഇംഗ്ലീഷ്. അതാ ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നെ നോക്ക്, ഒരിത്തരും നിയന്ത്രിക്കാനില്ല. ഇഷ്ടത്തിന് കല്ലു കുടിക്കാ, പെണ്ണു കുടിക്കാ, തോന്നിയതൊക്കെ ചെയ്യാം. ഇതാ കുടിക്ക. വേണ്ട, മദ്യപിച്ച് വീട്ടിൽ ചെന്ന ആകെ പ്രശ്നമാവും. വീട്ടുകാരെ പിടിക്കാൻ ഇരിക്കട്ടോ. ആമാ, ഇത്തവണ നമുക്ക് വൃദ്ധമായി തന്നെ മീറ്റിംഗ് കൂടണ്ടേ? അതിനെന്താ, ഇവിടെ വെച്ച് തന്നെ ആകാമല്ലോ. അത് വേണ്ട, കഴിഞ്ഞവണ് വെള്ളം അടിച്ച് ആകെപ്പാടാനും നിങ്ങളുടെ ഭാര്യ അടിച്ച് കിട്ടുന്ന ഞാനാ. അപ്പൊ ഉണ്ണിച്ചേട്ട ഏതെങ്കിലും ഹോട്ടലിലാക്കിയാലോ? പക്ഷെ ഒരു കാര്യം, വെജിറ്റേറിയൻ കിട്ടുന്ന ഹോട്ടലായിരിക്കണം. അത് വേണ്ട വേണ്ട വേണ്ട, വീട്ടുകാരുടെ സംശയം കൂടുകയുള്ളൂ. എങ്കിൽ ഞാനൊരു വഴി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്റെ എസ്റ്റേറ്റിലെ പൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവിൽ വെച്ചായാലോ? അതാണ് നല്ലത്. ആ, അവിടെ ആവുമ്പോ ജഡ്ജി സാറിന് വീട്ടുകാരെ പഠിക്കാണ്ട് കണ്ണു കുടിക്കാലോ. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു. പക്ഷെ ഓടലക്ക് ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടേ. നമുക്ക് ഒളിവിൽ കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഏതടാ? സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ തല വെക്കാൻ എന്ത് ചെയ്യും? 2.5 മണിക്കൂർ ബാംഗ്ലൂർ മേലുണ്ട്. തല വെക്കാൻ അത് മതിയാവോ? തമാശ പറയല്ലേ. ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചാ മതി. എടാ, വാ കീറിട്ടുണ്ടെങ്കിൽ ദൈവം നേരെ തരും. കിടന്നുറങ്ങാൻ നോക്ക്. മണ്ണര ആവാതിരുന്നാ മതിയായിരുന്നു. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് അടിച്ചു പൊളിക്കാം. പൊളിക്കാനൊന്നും പറ്റില്ല, ഇതിന്റെ അപ്പൂപ്പൻ പണിക്ക് ബംഗ്ലാവാ. ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ. ഭാവി എന്നിടം പാതാളെന്നാ പറഞ്ഞു കേട്ടേക്കണം. എടുത്തോ, ഇടിച്ചോ, ഓടിക്കോ. ഞാനുണ്ട്.
വരൂ ശരി വരൂ. എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ? ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടുക്കി വെച്ചേക്കും. ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ. ഇവരിതെന്തിനുള്ള പുറപ്പാടാ? വൈസന്മാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ. എല്ലുപിടിക്കാര് കാണണ്ട. ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഇഷ്ടത്തിന് തിന്നാം, കുടിക്കാം. എന്നാ എന്നോട് കളിച്ചാ ഇങ്ങനെ ഒന്നും വടിയെന്ന് തോന്നണേ. മേജറേ, മേജറേ, എടോ മേജറേ, എന്താടോ വലിയ സന്തോഷത്തിലാണല്ലോ? കാര്യമുണ്ടോ? നമുക്കൊക്കെ ഒരു കോൾ അടിച്ചിരിക്കുക. കോള് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനിങ്ങ് കേറി വാ. എടോ, ഞാൻ ഇത് കണ്ടോ? ഇതിൽ പല ഒരു ഗുഡ് ന്യൂസ് എന്തുണ്ടോ? നോക്കേ. ലവ് ലാൻഡ് 60 റോസാപ്പൂക്കൾ വിരിയുന്നു. താൻ മുഴുവൻ വായിക്കണോ? അസ്തമയത്തിനു മുൻപൊരു പൂക്കാലം. വാർദ്ധക്യം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ മനസ്സു മടുപ്പിക്കുന്നുവോ എങ്കിൽ യൗവനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. 30 days with us. ഊട്ടിയിലെ GK ഗ്രൂപ്പുകാരുടെ പരസ്യമാ. നമുക്ക് റിട്ടയർമെന്റ് എന്നാ അടിച്ചു പൊളിക്കാൻ. ഇനി എന്താ ഉണ്ട്? അപ്ലിക്കേഷനോടൊപ്പം ബയോഡാറ്റയും ആവശ്യപ്പെട്ടിരിക്കുന്നു. അവര് ചോദിക്കുന്ന എന്തും കൊടുക്കാടോ. എങ്ങനെങ്കിലും നമുക്കിതിന് പോണം. ഒരു മാസമെങ്കിൽ ഒരു മാസം ഈ വീട്ടുകാരെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടാമല്ലോ. സംഗതി എനിക്കും താല്പര്യമുള്ളത് തന്നെ. എങ്കിലും നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനി ഒന്നും ആലോചിക്കാനില്ല. താൻ ഇന്ന് തന്നെ കാളനിയിലെ വൃദ്ധസമാജം വിളിച്ചു കൂട്ടണം. നമുക്ക് എല്ലാരെയും കൊണ്ടുപോവാ. കുറച്ചു ദിവസമായിട്ട് ഇടയ്ക്കിടെ ഇവന്മാര് മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അന്നം മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഈശ്വര, ഈ മീറ്റിംഗ് മരണം വരെ പോട്ടെ. വാർദ്ധക്യത്തിന്റെ പടിക്കെട്ടിൽ വേദനയുടെ തീക്കാറ്റേറ്റ് കഴിയുന്ന നമുക്ക് എവർക്കും എല്ലാം മറന്ന് ഉല്ലസിക്കാനായി കിട്ടുന്ന 30 ദിവസങ്ങളാണ് ലൗലാൻഡിലെ ഈ ക്യാമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഊട്ടിയിലെ വനാന്തര പ്രദേശത്താണ് ക്യാമ്പിന്റെ സ്ഥലം. സിറ്റിയിൽ നിന്നും ഏതാണ്ട് 30-ലേറെ കിലോമീറ്റർ ഉള്ളിലാണ്. ഭക്ഷണം, താമസ സൗകര്യം എല്ലാം ഓരോരുത്തരുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് ലഭിക്കുന്നതാണ്. 60-ന് മേൽ പ്രായമുള്ളവർക്ക് അഡ്മിഷൻ അവകാശമുള്ളൂ. ഇനി നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. ദൈവമേ, നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കാനുള്ള പരിപാടി എന്നാ തോന്നണേ. പുരുഷന്മാരായ ഞങ്ങൾ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു. ഈ സ്ത്രീകളെല്ലാവരും കൂടി വരണമെന്ന് ഒരപേക്ഷയുണ്ട്. എങ്കിലും ഒരു പൂട്ടുണ്ടാകും. ഫൽഗുണന്റെ ഈ പഞ്ചാരടി ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ അഭിപ്രായം എല്ലാവരും പങ്കെടുക്കണം എന്നാണ്. ഇയാളാര്? അമേരിക്കൻ പ്രസിഡന്റാ? പതുക്കെ പറ. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ കേട്ട പ്രശ്നമാവും. ഈ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. അല്ലേ മേജറെ? അതെ, ബയോഡാറ്റ സഹിതമാണ് അയക്കേണ്ടത്. സെലക്ഷൻ ആവുന്നവർക്കേ പ്രവേശനമുള്ളൂ. എന്നാൽ ഇവൾക്കത് കിട്ടാതെ പോട്ടെ. എന്നാൽ ഇവൾക്കും കിട്ടാതെ പോട്ടെ. എനിക്കൊന്ന് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ വെച്ച് ഞാൻ തന്നെ മാന്തണോ? മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സൈലന്റ്. എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുന്നു. നമ്മൾ ലൗലാൻഡിൽ പോകാൻ തീരുമാനിക്കുന്നു. വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പെർമിഷൻ വാങ്ങുന്നു, നമ്മൾ പോകുന്നു. കേട്ടോടാ, നമ്മുടെ അന്നദാതാക്കൾ ഊട്ടിക്ക് പോകുന്നു. കഞ്ഞൂടി മുട്ടിയിടാ. കഞ്ഞുകുടി മുട്ടാതിരിക്കാൻ നമ്മളും പാക്കപ്പ് ആകുന്നു. എങ്ങോട്ട്? ഊട്ടിക്ക്. വെൽക്കം അവർ ഗസ്റ്റ്. താങ്ക് യു. ഞാൻ മോഹൻ, ലൗലാൻഡിന്റെ മാനേജർ. ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് വരുന്ന ബാച്ചാണ്. അറിയാം. മറ്റു പലരും നേരത്തെ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ 1 minute. മിസ് ഹേമ. ഇത് മിസ് ഹേമ. ഹായ്. ഹലോ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ലൗലാൻഡ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഇൻചാർജ്.
ഫ്രണ്ട്സ്, നാഴികകൾ താണ്ടി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് 30 ദിവസങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയാനാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ക്യാമ്പിലെ ചില നിയമങ്ങൾ നിങ്ങളും അനുസരിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് മുകളിലത്തെ നിലയിലും പുരുഷന്മാർക്ക് താഴത്തെ നിലയിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കും ഇത് ബാധകമാണ്. അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പാടുള്ളതല്ല. ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കേണ്ടതാണ്. രാത്രി 10 മണിക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യുന്നതാണ്. നിങ്ങൾ ദൂരയാത്ര ചെയ്ത് തളർന്നു വന്നതല്ലേ, മറ്റു കാര്യങ്ങൾ അപ്പപ്പോ അറിയിക്കാം. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാനേജറെ കണ്ട് അഡ്മിഷൻ ഫോം വെരിഫൈ ചെയ്യേണ്ടതാണ്. മിസ്റ്റർ കഞ്ഞിക്കുടി ചാക്കോ, ദ ഗ്രേറ്റ് പോയറ്റ് ഫ്രം തിരുവല്ല. യെസ്. താങ്ക് യു. മിസ്റ്റർ ജോസ് അരണി, റിട്ടയർഡ് പ്രിൻസിപ്പൽ ഫ്രം പാല. യെസ്, കമ്മിങ്. താങ്ക് യു. താങ്ക് യു. മിസ്റ്റർ പാച്ചുസ് പ്ലാന്റേഷൻസ് ഫ്രം തൃശൂർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ, മലപ്പുറം. നമ്മളാ. മിസ്റ്റർ തിരുമല തുമിച്ചൻ, തിരുവനന്തപുരം. അത് ഞാനാ. പിന്നെ ഭരണകക്ഷി അംഗമെന്ന നിലയിൽ എനിക്ക് സ്പെഷ്യൽ VIP ട്രീറ്റ്മെന്റ് തരണം. പിന്നെ ഭരണകക്ഷിക്ക് കൊടുത്താൽ ഞങ്ങൾക്കും വേണം. ഞാൻ കണ്ടംകുളം കേശവൻ, പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഞാൻ. ലോക്ക്, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന്. അതുകൊണ്ട് ഇത്തരം സൗകര്യങ്ങൾ ആവശ്യപ്പെടരുത് പ്ലീസ്.